നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, അങ്ങനെ ഒരു വിഷു കൂടി ഇവിടെ സമാപിച്ചിരിക്കുന്നു. എങ്കിൽ പോലും വിഷുക്കാലത്ത് നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യം മുൻകൂറായിട്ട് സർക്കാർ വിതരണം ചെയ്തിരുന്നു. മാർച്ച് മാസം 30-31 തീയതികളിലാണ് നമുക്ക് 2 മാസത്തെ തുക, മാർച്ച് മാസത്തെയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെയും തുക ഒരുമിച്ച് ലഭിച്ചത്. 4000 രൂപയോളം നമുക്ക് ലഭിച്ചു. പ്രതിമാസ പെൻഷൻ തുക നിലവിൽ 2000 ആണ്. മെയ് മാസം 25-ാം തീയതി മുതൽ, അതായത് അടുത്ത പെൻഷൻ വിതരണത്തിൻ്റെ തീയതി മുതൽ പെൻഷൻ തുകയിൽ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. അതായത് ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്നുള്ളത് 3000 രൂപയിലേക്ക് മാറ്റുകയാണ്, അതായത് ഉയർത്തുകയാണ്. പ്രതിമാസം ഇനി സാധാരണക്കാർക്ക് ലഭിക്കുന്നത് 3000 രൂപ വീതമുള്ള പെൻഷൻ തുകയായിരിക്കും. അതെല്ലാ മുന്നണികളും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഇതിൽ മാറ്റമുണ്ടാവുകയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ നൽകുന്ന പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ ഓരോ മുന്നണിയും കടപ്പെട്ടവരാണ്. അത് അധികാരത്തിലെത്തുന്നവർ വളരെ പ്രാധാന്യത്തോടെ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുമാണ്. ഇനി അത് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് 25% അധിക പെൻഷൻ തുക എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പല മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുക. ഇനി അടുത്ത പെൻഷൻ വിതരണമുള്ളത് മെയ് മാസം 25-ന് ശേഷമായിരിക്കും. ആ സമയത്ത് തന്നെയായിരിക്കും ഇത്തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. നമ്മളുടെ വീടുകളിൽ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അപേക്ഷകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ വഴി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ വിസ്തീർണമുള്ള വീട്, 1 ഏക്കറിൽ താഴെ പുരയിടം അല്ലെങ്കിൽ വസ്തു ഉള്ളവർ, അതോടൊപ്പം തന്നെ വീട്ടിൽ 4 ചക്ര വാഹനങ്ങളില്ലാത്തവർ, അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളുണ്ട്. വീട്ടിൽ AC ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള പല കർശന വ്യവസ്ഥകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ, ഭർത്താവ് മരണപ്പെട്ടവർക്ക് വിധവ പെൻഷൻ പോലുള്ള സ്കീമുകൾ, ഭിന്നശേഷി നേരിടുന്നവർക്ക് ഭിന്നശേഷി ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിവ്, പുതിയ സാമ്പത്തിക വർഷമായി നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ ഗോൾഡ് ലോൺ സ്കീമുകളിലേക്ക് അപേക്ഷകൾ വയ്ക്കാം. കാർഷിക വായ്പകളായതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് ഇത്തരം വായ്പാ പദ്ധതികൾക്കുള്ളത്. ഇത് നമ്മുടെ കാർഷിക മേഖലകളിലേക്കും അനുബന്ധ ആവശ്യങ്ങൾക്കും ഈ വായ്പാ തുക വിനിയോഗിക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഈടില്ലാതെ നമ്മളുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് 2 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. എല്ലാ വർഷവും പുതുക്കിയെടുക്കേണ്ട ഒരാവശ്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ഗ്രാൻറ്റുകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ 4% വാർഷിക പലിശ നിരക്ക് മാത്രം ഗുണഭോക്താവ് അടച്ചാൽ മതിയാകും. എല്ലാ വർഷവും പുതുക്കിയെടുക്കുകയും ചെയ്യാം. പുതുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതുമായിരിക്കും. ഇനി ഗോൾഡ് ലോൺ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. 4% വാർഷിക പലിശ നിരക്കിൽ ഗോൾഡ് സ്കീമിൽ 4% വാർഷിക പലിശ നിരക്കിൽ കാർഷിക സ്കീമിൽ ഗോൾഡ് ലോൺ വെക്കുന്നതിന് വേണ്ടിയൊക്കെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ, കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള സിബിൽ സ്കോർ, അതായത് മറ്റ് കുടിശ്ശിക വായ്പകളിലില്ലാത്തവർക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്കീമുകളെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, AY BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി പ്രതിമാസം 1000 രൂപയാണ് സഹായം ലഭിക്കുക. ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. K-സ്മാർട്ട് വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നമ്മളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ റേഷൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ മറ്റ് അഫിഡവിറ്റുകളുണ്ട്. അങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകൾ ഇതിനാവശ്യമായിട്ടുണ്ട്. അത്തരം ഡോക്യുമെൻറ്റുകളുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.